അല്ല, ഞാൻ പറഞ്ഞത് അതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആണ്. ഞാൻ ഇന്നലെ എടുത്ത സ്റ്റാൻഡ് എനിക്കൊരു വ്യത്യാസവും വ്യക്തിപരമായൊരു കാര്യമാണ്. ആ വ്യക്തിപരമായ കാര്യത്തിൽ മന്ത്രിയുടെ ഒരു മന്ത്രിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യം ഇല്ലാതിരിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ CPM-ന്റെ റെസ്പോൺസ് വരുന്നില്ല. CPM-ന്റെ റെസ്പോൺസ് എന്ത് ചെയ്യും? നമ്മുടെ വീണ ജോർജ് മിനിസ്റ്ററിനെ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ കൈപിടിച്ച് തിരിച്ചെന്നും പറഞ്ഞ നമ്മുടെ ഗോവിന്ദൻ മാഷിനെ കാണുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി റെസ്പോൺസ് കാണുന്നില്ല. കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ, 10-13 വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ പുറത്ത് വരുന്നല്ലോ. അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ ഓരോ മന്ത്രിമാരുടെ MLA-മാരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയ ദേശാഭിമാനി എന്തിയേ, കൈരളി എന്തിയേ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ മിനിസ്റ്ററിനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് ഞാൻ പറയില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് അവരുടെ ഫാമിലി മാറ്ററാണ്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഒരാളുടെ ഫാമിലി മാറ്ററിൽ അധികമായി എത്തി നോക്കുന്നത് ശരിയല്ല. അത് ശരിയല്ല. നമ്മുടെ മാധ്യമങ്ങളും എല്ലാവരും ഒന്ന് വിട്ടു നിൽക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് ആരും മറന്നിട്ടില്ല. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചവർ ഞങ്ങൾ മറന്നിട്ടില്ല. കേരള സമൂഹത്തിൽ ഇനി വേണ്ട എന്ന് പ്രതിജ്ഞ എടുക്കുമോ? അതല്ല, നാളെ മറ്റൊരാളുടെ UDF-ന്റെ മറ്റൊരാളുടെ ഇങ്ങനെ ആക്ഷേപം വന്നാൽ അപ്പം വീണ്ടും എന്താ പറയുക, തൊങ്ങൽ വെച്ച കഥകളുമായിട്ട് വരുമോ? അപ്പം നിങ്ങൾ മോറൽ പോലീസിങ് നിർത്തേണ്ട സമയമായി കഴിഞ്ഞു. കേരളത്തിൽ മോറൽ പോലീസിൻ്റെ CPIM എന്ന് പറഞ്ഞാൽ CPIM മോറൽ പോലീസ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് തോന്നുക ഇല്ലേ? എന്നെക്കുറിച്ച് കാര്യം ഒരു ദിവസം ഞാൻ എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞങ്ങൾ ട്രെയിനിങ് നടക്കുക യൂത്ത് കോൺഗ്രസ്സിനുള്ള. അന്ന് രാവിലെ ഞാൻ പത്രം എടുത്ത് വായിച്ചു. എനിക്കും നമ്മുടെ മന്ത്രിക്കും, ഈ പറഞ്ഞ മന്ത്രിക്കും വേറെ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, ദേശാഭിമാനിയുടെ ബാനർ ഹെഡിങ് ആയിരുന്നു സ്ഥലമുണ്ടെന്ന്. ഏതാ? ബാലരാമപുരത്ത്. ഇതുവരെ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇങ്ങനെ വ്യക്തിഹത്യ നടത്തിയ ഒരു കാലമില്ലേ? ഇന്ന് അതിനൊക്കെ മൂകരായി പോയോ? മൂകരും ബദിരരുമായി CPM നേതാക്കന്മാരും മാറിയോ? ഇടതുപക്ഷം മാറിയോ? CPI എന്ത് ചെയ്യേ? എല്ലാ കാര്യങ്ങളിലും മോറൽ പോലീസല്ലേ അവരും? എന്ത് ചെയ്യേ? കാണുന്നില്ലല്ലോ. അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതിലേക്ക് അധികം കടക്കാതിരിക്കുകയാണ് നമുക്കെല്ലാം നല്ലത്. തെരഞ്ഞെടുപ്പ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമല്ലോ. അല്ല, പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ നമുക്ക് പറയാൻ സാധിക്കുക? അല്ല, ഞാനെന്നും ഉള്ളതുപോലെ ഞാനെന്നും പുതുപ്പള്ളി സജീവമാണ്, ഞാനിപ്പോഴും സജീവമാണ്, എന്നും സജീവമാണ്. പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരെവിടെ സ്ഥാനാർത്ഥിയാവുമെന്നുള്ളത്. കാരണം പാർട്ടിയാണ് അന്തിമമായ തീരുമാനമെടുക്കുന്നത്. നമ്മൾ ആരും പാർട്ടിക്ക് അതീതരല്ല. പിന്നെ പ്രവർത്തകർ അവരുടെ ഇഷ്ടത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നിരിക്കും. നമുക്കൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അല്ല, പ്രവർത്തകരുടെ ഇഷ്ടം നമുക്ക് ആർക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? പ്രവർത്തകർ എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിനോടും അതുപോലെ തന്നെ മറ്റുള്ള MLA-മാരോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് അവരവരുടേതായ ഇഷ്ടങ്ങൾ ചിലപ്പോൾ പലതും കാണിക്കും. അത് നമ്മളെ ഉത്തരവാദികളല്ലല്ലോ. പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള പോസ്റ്റർ പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. സിറ്റിംഗ് MLA-മാർക്കെതിരെ അടക്കം അത്തരത്തിൽ പോസ്റ്റർ പ്രചരണങ്ങൾ വരുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തിനാ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുക്കുന്നത്? നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഒരു ഇഷ്യൂ ഇല്ല, ഒരു വിഷയമില്ല. ഈ ഒരു വിഷയം ഇല്ലാത്തടത്ത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ നമസ്കരിക്കുക. ഇല്ലാത്തൊരു വിഷയം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ കഴിഞ്ഞ ആൾക്കാരേ ഉള്ളൂ. നാടിൻ്റെ സ്നേഹം എന്നും ഉണ്ട്. അതിപ്പം ഞാൻ അവിടെ MLA ആണേലും MLA അല്ലേലും ഇപ്പം എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വരുന്ന വഴിക്ക് തന്നെ എന്നോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം കണ്ട് അത്ഭുതപ്പെടുക. കാരണം പലപ്പോഴും അത്രയ്ക്ക് സ്നേഹമാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങൾ തരുന്നത്. അത് എൻ്റെ ഫാദറിനോടുള്ള സ്നേഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എവിടെ പോയാലും, കേരളത്തിൽ എവിടെ പോയാലും ആ സ്നേഹം ഇന്നും നിലനിൽക്കുന്നത് കാണുമ്പോൾ നന്ദിയുണ്ട്. കേരള സമൂഹത്തിലെ സാധാരണക്കാരായ ഓരോരുത്തരോടും നന്ദിയുണ്ട്. അത് എൻ്റെ മണ്ഡലത്തിലുമുണ്ട്, എനിക്കറിയാം.